നമസ്കാരം. ശക്തമായ മഴയെ തുടർന്ന് റാന്നി ടൗണിൽ വെള്ളം കയറി കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. തുറന്ന് നോക്കിയാലേ എന്തോന്ന് സംഭവം അറിയത്തുള്ളൂ. ഇതാണ്ട് അപ്പോൾ ഇതാ ഞാൻ മേലിൽ പോകുന്ന നോക്കി, അത് മൊത്തം അണ്ടർഗ്രൗണ്ട്. അത് മൊത്തം നിറഞ്ഞ തന്നെ വെള്ളം ഇങ്ങോട്ട് വന്നേക്കുന്നത്. നമസ്കാരം. ശക്തമായ മഴയെ തുടർന്ന് റാന്നി ടൗണിൽ വെള്ളം കയറി കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഭാഗമായ റാന്നി മേഖലയിലാണ് ഇതുപോലെ വെള്ളം കയറി കിടക്കുന്നത്. വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ റോഡിൽ റോഡ് ഏതെന്ന് അറിയാൻ കഴിയാത്ത തരത്തിലേക്ക് വെള്ളം കയറി കിടക്കുകയാണ്. വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്ന ഒരു റോഡാണിത്. എന്നാൽ അതൊന്നുമില്ല. വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഏതാണ്ട് റാന്നി ടൗണിൽ 500ഓളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ആ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയ അവസ്ഥയിലാണ് ഉള്ളത്. ഇന്ന് പുലർച്ചയോടെയാണ് ഇവിടേക്ക് വെള്ളം കയറിയത്. പല ആളുകളുമൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് ഓടിയെത്തുകയും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തു. എന്നാൽ പൂർണ്ണമായും സാധനങ്ങളൊന്നും മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ റാന്നി മേഖലയിൽ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം ഇതുപോലെ ഈ റോഡിൽ വെള്ളം കയറി കിടക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ പൂർണ്ണമായും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ കടകളൊക്കെ പൂർണ്ണമായും മുങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. നിരവധി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഇവിടെ നിന്നും പോകുകയാണ്. കടകളിൽ നിന്നൊക്കെ സാധനം എടുക്കുന്നതിനായി വന്നിട്ടുള്ള ആളുകൾ അത് മടങ്ങിപ്പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു വാഹനം, അതായത് ഈ റോഡിൽ തന്നെ ഒരു വാഹനം, താർ ജീപ്പ് എന്ന് കരുതുന്നു, ആ വാഹനം ഈ വെള്ളത്തിലേക്ക് ഇറക്കുകയും പിന്നെ അവിടെ തടസ്സം ആകുകയും സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ആളുകളൊക്കെ വലിയ നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2018 പ്രളയകാലത്തുണ്ടായ സമാനമായ ഒരു അനുഭവം തന്നെയാണ് ഇത്തവണയും തങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അന്നും ഓണത്തിനായി വലിയ കച്ചവടങ്ങളൊക്കെ നടക്കേണ്ട സമയത്താണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി തങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ഈ റാന്നി മേഖല മാത്രമല്ല, തൊട്ട് അപ്പുറത്ത് തോട്ടമൺ, വടശ്ശേരിക്കര, അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. പമ്പയാറ് കരകവിഞ്ഞൊഴുകിയാണ്. അതായത് ശബരിമല വനത്തിനുള്ളിൽ തന്നെ ഉൾവനത്തിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് പമ്പയാർ കരകവിഞ്ഞൊഴുകുകയായിരുന്നു. ഈ തൊട്ട് കുറുകെയാണ്, ഈ റാന്നി നഗരത്തിൻ്റെ കുറുകെ തന്നെയാണ് പമ്പയാർ. വലിയ നദിയാണ് അത് ഒഴുകുന്നത്. അവിടെ നിന്നും ജലനിരപ്പ് ഉയർന്ന ഈ കടകളിലേക്കൊക്കെ, വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ വെള്ളം കയറുകയായിരുന്നു. വ്യാപാരികളൊക്കെ തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നുണ്ട്. അവർ സാധനങ്ങളൊക്കെ മാറ്റുന്ന ജോലിയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചില വ്യാപാര സ്ഥാപനം ഉണ്ടോ അവിടെ? അത് തുണിക്കട, മില്ലൻ വസ്ത്രാലയം. അത് ഈ മഴയ്ക്ക് മുന്നേ, വെള്ളം പോകുന്നതിന് മുന്നേ എടുത്തു മാറ്റാൻ കഴിഞ്ഞോ? സകലം മാറ്റാൻ കഴിഞ്ഞു. ബാക്കിയെല്ലാം സാധനം ഇപ്പോഴും കടയ്ക്കകത്ത. പെട്ടെന്നൊരു ഇതായിരുന്നു, നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലേ? പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് 4 കിലോമീറ്റർ അപ്പുറത്തിരുന്നത് വന്നത് അറിഞ്ഞിട്ട്. അതും 2 വീലർ വരാൻ പറ്റിയില്ല. വേറെ ഒരാളുടെ കൂടെ കാറിൽ കയറി വന്നതാണ്. വന്നിട്ട് കുറച്ച് മാറ്റാൻ പറ്റി. പിന്നെ മോഷണം പോകും. കഴിഞ്ഞ പ്രാവശ്യം 2000 മൊത്തം പോയതാണ്. മോഷണമാണ് പാതി പോയത്. അതുകൊണ്ട് എടുക്കാവുന്നത്ര എടുത്തിട്ട് ബാക്കി ലോക്ക് ചെയ്ത് താൾ പൂട്ടി വെച്ചിരിക്കുക. ഈ ഓണം പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സാധനങ്ങൾക്ക് സ്റ്റോക്ക് എടുത്തായിരുന്നോ? എത്ര രൂപയുടെ സ്റ്റോക്ക് എടുത്തു? 10 രൂപയുടെ ഇപ്പോൾ എടുത്ത് ഇവിടെ കൂടെ 10 ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് എടുത്തായിരുന്നു. നേരത്തെ ഇവിടെ 30-35 ലക്ഷം സ്റ്റോക്കാണ്. മൊത്തം 45. അതിൽ 10-12 രൂപയുടെ സാധനം എടുത്തു. ബാക്കിയെല്ലാം ഇപ്പോഴും കടയ്ക്കകത്ത് തന്നെ. തുറന്ന് നോക്കിയാലേ എന്തോന്ന് സംഭവം അറിയത്തുള്ളൂ. ഇതാണ്ട് അപ്പോൾ ഇതാ ഞാൻ മേലിൽ പോകുന്ന നോക്കി, അത് മൊത്തം അണ്ടർഗ്രൗണ്ട്. അത് മൊത്തം നിറഞ്ഞ തന്നെ വെള്ളം ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതുവഴി ഇങ്ങോട്ട് വന്നു. ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കം ഈ റാന്നി മേഖലയിൽ വലിയ നാശനഷ്ടം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതാണ്ട് 500ഓളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ റാന്നി ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. അതിൽ അധികമുണ്ട് എന്നാണ് വ്യാപാരികളൊക്കെ തന്നെ പറയുന്നത്. അവിടങ്ങളിലെല്ലാം വെള്ളം കയറി. പലരും രാവിലെ തന്നെ ഓടിയെത്തി, പുലർച്ചെ തന്നെ ആളുകളൊക്കെ ഓടിയെത്തി. എന്നാൽ ഈ പൂർണ്ണമായും ഇവിടെ നിന്നും സാധനങ്ങളൊക്കെ മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. 2018 അതേ സമാനമായ സ്ഥിതി തന്നെയാണ് ഇത്തവണയും ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ഓണം അടുക്കാറായി. അങ്ങനെ ഓണത്തിന് വേണ്ടിയൊക്കെ നിരവധി ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ എടുത്ത് ശേഖരിച്ച ആളുകളാണ്, സ്റ്റോക്കായി എടുത്ത ആളുകൾ വലിയ നഷ്ടത്തിലായിരിക്കുകയാണ്, വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ വന്നവർ, പുലർച്ചെ വന്നവർ വീട്ടിലേക്ക് പോയിട്ടില്ല, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചേട്ടാ, കടയുണ്ടോ? കടയുണ്ടായിരുന്നു. എന്ത് കടയാ? ഫാൻസി.
മനസ്സിലാവും. അത് രാവിലെ വന്നോ പുലർച്ചെ വന്നോ? പുലർച്ചെ 5 മണിയാകുമ്പോൾ എത്തി. എങ്ങനെയാണ് വെള്ളത്തിന്റെ അവസ്ഥ? ഇപ്പം വെള്ളം ഇച്ചിരി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കടയ്ക്കകത്തെല്ലാം വെള്ളമാണ്. ഒരു കട ഫുള്ള് മുങ്ങി, ഒരു കട പകുതിയായി വെള്ളമായിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്നു. അതെല്ലാം ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2012 ഈ വ്യാപാര സ്ഥാനം ഉണ്ടായിരുന്നോ? അന്നപ്പുറത്ത് എനിക്ക് വേറൊരു കടയാണ്, അപ്പുറത്ത് ഉണ്ടായിരുന്നു. അതവിടെ അന്ന് വെള്ളം പൊങ്ങിയതാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഒരാൾ ഭക്ഷണം കൊണ്ടുവന്ന് അപ്പുറത്ത് വരെ കൊണ്ടുവന്ന് ലേഡി കൊണ്ടുവന്നപ്പം അത് വാങ്ങിക്കാൻ പോയതാണ്.